എല്ലാവർക്കും മേമാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു മുന്തിരി വൈനാണ് തയ്യാറാക്കുന്നത്. ഒരാഴ്ച കൊണ്ട് നമുക്ക് ഈ വൈൻ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നേരത്തെ ഞാൻ പൈനാപ്പിൾ വൈൻ്റെ റെസിപ്പി പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി വീഡിയോ കാണാം. മുന്തിരി വൈനിന് വേണ്ടിയിട്ട് നമ്മൾ 1 കിലോ മുന്തിരി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകി വെള്ളമയം പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് അരിപ്പ പാത്രത്തിലിട്ട് വെക്കണം. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. 1 കിലോ പഞ്ചസാര തന്നെ വേണം. പിന്നെ 1 പിടി ഗോതമ്പ്, 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, പിന്നെ 1 കഷ്ണം പട്ട, 4 ഏലക്ക, 4 ഗ്രാമ്പൂ. ഇനി വേണ്ടത് 1.5 ലിറ്റർ വെള്ളമാണ്. ഈ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഒട്ടും ചൂടില്ലാതെ വരണം. ഇനി നമ്മൾ വൈനിട്ട് വെക്കുന്നത് ഇതുപോലെയുള്ളൊരു ഭരണിയിലാണ്. ഭരണി ഇല്ലെങ്കിൽ നമുക്ക് ഗ്ലാസിൻ്റെ ജാർ വേണേലും ഉപയോഗിക്കാം. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് ജാറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് വെട്ടം കയറാതെ മാറ്റി വെക്കണം. ഷെൽഫിലോ അങ്ങനെ വല്ലതും വെച്ചാൽ മതി. ഇവിടെ ഒരു ഭരണിയാണ് നമ്മൾ എടുക്കുന്നത്. ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളമായ ഒട്ടും ഇല്ലാതെ ഉണക്കി തുടച്ചെടുത്തതാണ്. ഇതിലേക്ക് നമുക്ക് ആദ്യം ഈ മുന്തിരി ഇട്ട് കൊടുക്കണം. 7 ദിവസം കൊണ്ട് ചെയ്തെടുക്കുന്ന വൈനായതുകൊണ്ട് നമ്മൾ ഈ മുന്തിരി ഇതിലേക്ക് ഇടുമ്പോൾ ഇതുപോലെ കൈ കൊണ്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കണം. ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചാൽ മതി. ഒത്തിരി നമ്മൾ ഞെക്കി പിഴിയരുത്. പിന്നെ മിക്സിയിലൊന്നും ഇത് അടിച്ചെടുക്കരുത്. ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ വൈൻ നമുക്ക് റെഡിയായി കിട്ടിക്കോളും. മുന്തിരി എല്ലാം പൊട്ടിച്ചിട്ടിട്ട് നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പൂ ഇതൊക്കെ ചേർക്കുവാണ്. പിന്നെ 1 പിടി ഗോതമ്പ് ചേർക്കണം. ഗോതമ്പ് ചേർത്താൽ വൈനിന് നല്ല വീര്യം കിട്ടും. ഇനി നമ്മൾ ഇതിലേക്ക് തിളപ്പിച്ച് നന്നായിട്ട് ആറ്റി വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. അവസാനം ഇതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നേരിട്ട് ഇതിലേക്ക് ചേർക്കാം. വേറെ നമ്മൾ പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കുകയൊന്നും വേണ്ട. ഇനി ഒരു തടിത്തവി കൊണ്ട് ഇളക്കി കൊടുക്കാം. വെള്ളമയം ഇല്ലാത്ത ഉണങ്ങിയ തടിത്തവി ഉപയോഗിക്കണം. നന്നായിട്ട് ഇത് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. സ്റ്റീൽ സ്പൂണും പ്ലാസ്റ്റിക്കും ഒന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തടിത്തവി ഒന്നും എടുക്കരുത്. ഇതിനായിട്ട് നമ്മൾ ഒരെണ്ണം ഒന്ന് മാറ്റി വെച്ചാൽ മതി. പിന്നെ നമ്മളിത് ഭരണിയിലേക്ക് നിറയ്ക്കുമ്പോൾ ഭരണിയുടെ 1/4 ഭാഗം വരത്തക്ക രീതിയിലേ നിറയ്ക്കാവുള്ളൂ. ഒരിക്കലും ഇത് നിറഞ്ഞു നിൽക്കരുത്. ഇനി നമുക്കിത് അടപ്പ് കൊണ്ട് ടൈറ്റായിട്ട് തന്നെ അടയ്ക്കാം. ഇനി ഇതുപോലെ ഒരു തോർത്ത് കൊണ്ട് ഒന്ന് കെട്ടിവെക്കാം. ഇനി നമ്മളിത് മാറ്റി വെച്ചിട്ട് 7 ദിവസം രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ ഇളക്കി കൊടുക്കണം. രാവിലെയാണ് നമ്മൾ ഇളക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും രാവിലെ തന്നെ ഇളക്കണം. വൈകിട്ടാണെങ്കിൽ എല്ലാ ദിവസവും വൈകിട്ട് തന്നെ ഇളക്കണം. എന്നും ഇളക്കി കൊടുക്കുന്ന വൈനിന് നല്ല ടേസ്റ്റ് വരും. ഇതിപ്പോൾ 2ാം ദിവസമാണ്. നമുക്കിത് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമയം ഇല്ലാത്ത തടിത്തവി കൊണ്ട് തന്നെ ഇളക്കി കൊടുക്കണം. കുറച്ച് സമയം ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും നമുക്ക് ടൈറ്റായിട്ട് തന്നെ അടച്ചു വയ്ക്കാം. എന്നിട്ട് തോർത്ത് കൊണ്ട് കെട്ടിവെക്കാം. ഇതുപോലെ 7 ദിവസം ചെയ്തിട്ട് 8ാമത്തെ ദിവസം നമ്മളിത് ഊറ്റിയെടുക്കണം. ഇതിപ്പോൾ 8ാമത്തെ ദിവസമാണ്. ഇപ്പോൾ നമുക്ക് വൈൻ റെഡി ആയിട്ടുണ്ട്. ആദ്യം ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് ഊറ്റാം.
പാത്രത്തിൽ നമ്മൾ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഒഴിച്ചിട്ട് മുന്തിരി നമ്മൾ ഞെക്കിപ്പിഴിഞ്ഞൊന്നും എടുക്കണ്ട. വൈൻ താഴോട്ട് വരാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിൻ്റെ തൊണ്ട് നമുക്ക് മാറ്റാം. ഇനി ഇതൊന്ന് നമുക്ക് കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു വയ്ക്കുന്ന കുപ്പിയിൽ ഒട്ടും തന്നെ വെള്ളമയം കാണാൻ പാടില്ല. കുപ്പിയിൽ ഒഴിച്ച് വെക്കുമ്പോഴും നമ്മൾ മുഴുവനായിട്ട് കുപ്പി നിറയ്ക്കരുത്, കുറച്ച് ഗ്യാപ്പ് ഒന്ന് ഫ്രീ ആയിട്ട് ഇട്ടേക്കണം. ഇപ്പം നമുക്ക് വൈൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിപ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. എന്നാലും നമ്മൾ 1-2 ദിവസം കൂടി ഇതൊന്ന് അനക്കാതെ മാറ്റി വയ്ക്കുവാണെങ്കിൽ ഇതിൻ്റെ മട്ടൊക്കെ താഴോട്ടടിഞ്ഞ് ഒന്നുകൂടി വൈൻ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചിട്ട് ഒരു ദിവസം കൂടി ഒന്ന് അനക്കാതെ മാറ്റി വെച്ച് കൊടുക്കാം. ഒരു ദിവസം കഴിഞ്ഞ് മട്ടൊക്കെ താഴോട്ടടിഞ്ഞ് വൈൻ കുറച്ചുകൂടി ക്ലിയറായി വന്നിട്ടുണ്ട്. ഇനി ഇത് അനക്കാതെ നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. കുപ്പിയുടെ അടപ്പ് നമ്മൾ പതുക്കെ ഒന്ന് തുറന്നിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേപ്പ് വൈൻ റെഡി ആയിട്ടുണ്ട്. ഇതിന് നല്ല വീര്യം ഒക്കെ വന്നിട്ടുണ്ട്. ഒരാഴ്ച കൊണ്ട് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന വൈനാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ക്രിസ്മസ് റെസിപ്പിയുമായി വേഗം തന്നെ കാണാം. താങ്ക്